എൻ്റെ പ്രിയപ്പെട്ടവരെ, കള്ളങ്ങൾ പറയുക മാത്രമല്ല, വ്യാജ വാർത്തകൾ നിർമ്മിച്ചെടുക്കുകയും ചെയ്തു. അതിൽ ഏറ്റവും വലിയ ഉദാഹരണം എന്താ? ഇവിടെ കുറെ നാളുകൾക്ക് മുമ്പ് 2022 ഓഗസ്റ്റ് മാസം 10 ഏഷ്യാനെറ്റ് ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നു. സഹപാഠി ലഹരി നൽകി പീഡിപ്പിച്ചുവെന്ന് കണ്ണൂരിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിനിയുടെ വെളിപ്പെടുത്തൽ. നിരവധി പേർ ചൂഷണത്തിനിരയായെന്ന് അതിജീവത. ഒരു വനിതാ റിപ്പോർട്ടറുടെ റിപ്പോർട്ടാണ്. ഓഗസ്റ്റ് 10, 2022 ഏഷ്യാനെറ്റ് തന്നെ പ്രക്ഷേപണം ചെയ്ത ഈ വാർത്തയിൽ ഒരു പ്രത്യേകത കൂടി കാണണം. അതിൽ ഇരയായ പെൺകുട്ടിയുടെ ശബ്ദം മാറ്റം വരുത്തിയിട്ടുണ്ടെന്ന് ഇൻട്രോയിൽ അവതാരക തന്നെ പറയുന്നുണ്ട്. വേറൊരു ശബ്ദമാണ് അതിൽ കേൾപ്പിച്ചത്. അത് യഥാർത്ഥ സംഭവമായിരുന്നു. അതിനെ അടർത്തി മാറ്റി 2022 നവംബറിൽ, അതേ വർഷം നവംബറിൽ, റോവിംഗ് റിപ്പോർട്ടർ എന്ന പേരിൽ ഏഷ്യാനെറ്റിലെ മറ്റൊരു മാധ്യമ പ്രവർത്തകൻ അയാൾ അവതരിപ്പിച്ച പരമ്പരയിലെ ഒരു എപ്പിസോഡിനിടയിൽ ഈ പഴയ വിക്ടിം, ആദ്യത്തേതിൽ ശബ്ദം കേൾപ്പിച്ചിരുന്നില്ലല്ലോ, ആ വിക്ടിമിന്റെ ശബ്ദം, ആ വിക്ടിമിന് പകരം വേറൊരു പെൺകുട്ടിയെ കൊണ്ടിരുത്തി. അതാണ് വിഖ്യാതമായ ഏഷ്യാനെറ്റിനെതിരായ പോക്സോ കേസ്. ഞാൻ പറഞ്ഞു വരുന്നത് ആ പോക്സോ കേസിലേക്ക് മാത്രമല്ല. ഒന്ന്, വാർത്ത നിർമ്മിച്ചെടുക്കാൻ വേണ്ടി ഒരു പ്രായപൂർത്തിയാകാത്ത ഒരാളെ കൊണ്ടിരുത്തി, ഒരു പെൺകുട്ടിയെ കൊണ്ടിരുത്തി ഒരു പുതിയ കഥ വരയുന്നതിലേക്ക് വരെ കള്ളം പറയുകയല്ല, കള്ളം ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങിയവര്. അതിനേക്കാൾ വളരെ കൗതുകകരം, ഈ വാർത്ത പിടിക്കപ്പെട്ടല്ലോ, ഇത് പ്രശ്നമായല്ലോ, ഇത് വലിയ വിവാദമായല്ലോ. തങ്ങൾ പ്രതിരോധത്തിലായി എന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോൾ വേറൊരു റിപ്പോർട്ടർ, ഞാനിപ്പോൾ ഓർമ്മിക്കുകയാണ് ആ റിപ്പോർട്ട് ഏഷ്യാനെറ്റിൽ നടക്കുന്ന കള്ളപ്രചരണങ്ങൾ, പിശക്, തെറ്റ് എന്ന പേരിൽ ഒരു വലിയ വാർത്ത. എന്നിട്ട് ഒരു രക്ഷകർത്താവ് എന്ന് പറയുന്ന ഒരാളെ കൊണ്ട് നിർത്തിയിരിക്കുകയാണ്. എന്നിട്ട് അയാളുടെ ബൈറ്റ് എടുക്കുകയാണ്. അയാളോട് പറയാണ്, നിങ്ങളുടെ മകളുടെ ബൈറ്റ് തന്നെയായിരുന്നില്ലേ ഏഷ്യാനെറ്റ് നൽകിയത്? അപ്പോൾ അദ്ദേഹം പറയാണ്, ശരിയാണ്, ഈ നടക്കുന്ന പ്രചരണങ്ങൾ തെറ്റാണ്, എൻ്റെ മകളുടെ ബൈറ്റ് തന്നെയാണ് കൊടുത്തത് എന്ന് ഈ രക്ഷകർത്താവ് പറയാണ്. ഏതാ ഈ രക്ഷകർത്താവ്? ആദ്യം പറഞ്ഞ യഥാർത്ഥ വിക്ടിമില്ലേ, ആ വിക്ടിമിന്റെ രക്ഷകർത്താവാ. കേസ് ഏതാ? ആ വിക്ടിമിന്റെ ശബ്ദവും പുതിയൊരു ആളെ വ്യാജമായി കൊണ്ടിരുത്തിയതുമാണ് കേസ്. ഒരു കള്ളം പിടിക്കപ്പെട്ടപ്പോൾ ഒരു പൊതുമധ്യത്തിൽ പ്രവർത്തിക്കുന്ന വിശ്വാസ്യതയുള്ളൊരു സ്ഥാപനം എന്ന നിലയിൽ ഞങ്ങൾക്ക് പറ്റിയ തെറ്റാണ്, പിശകാണ് എന്ന് പറയുന്നതിന് പകരം ഒരു കള്ളത്തെ മറയ്ക്കാൻ പുതിയൊരു കള്ളം വീണ്ടും നിർമ്മിച്ചെടുക്കുന്ന കാഴ്ചയാണ് ഈ പോക്സോ കേസിനോടനുബന്ധിച്ചുള്ള വിവാദ പരിസരങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. കിടമത്സരം അതിശക്തമാണ്. 2 തരം പൊട്ടിക്കലായിരുന്നു കേരളത്തിൽ മുമ്പുണ്ടായിരുന്നത്. പൊട്ടിക്കൽ എന്ന പദം മലയാളിക്ക് സുപരിചിതമാകാൻ തുടങ്ങിയത് അടുത്ത കാലത്താണ്. ഒരു പൊട്ടിക്കൽ എന്ന് പറഞ്ഞാൽ ഈ സ്വർണ്ണക്കടത്ത് പൊട്ടിക്കലാണ്. ഒരു സംഘം ഇങ്ങനെ കൊണ്ടുവരും, സ്വർണം കടത്തി കൊണ്ടുവരുമ്പോൾ അതറിഞ്ഞിട്ട് വേറൊരു കൊള്ളസംഘം വന്ന് ഈ ലക്ഷ്യസ്ഥാനത്തെത്തുന്നതിന് മുമ്പ് ഈ സ്വർണം, കടത്തിക്കൊണ്ടുവരുന്ന സ്വർണം കവർന്നുകൊണ്ട് പോകും. അതാണ് പൊട്ടിക്കൽ, സ്വർണം പൊട്ടിക്കൽ. രണ്ടാമത്തെ പൊട്ടിക്കൽ ഹവാല പൊട്ടിക്കലാണ്. ഹവാല പണം ഒരിടത്തുനിന്ന് ലക്ഷ്യസ്ഥാനത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ഒരു കൂട്ടം ആളുകൾ, ക്രിമിനലുകൾ ചാടി വീണ് പാതി വഴിയിൽ വെച്ച് ഇവരെ നിന്ന് തട്ടിപ്പറിച്ചിട്ട് പോകും. അങ്ങനെ കേസ് കൊടുക്കാൻ പറ്റില്ലല്ലോ, തട്ടിപ്പറിച്ചുകൊണ്ട് പോകും. ഇതാണ് ഹവാല പൊട്ടിക്കൽ. മൂന്നാമതൊരു പൊട്ടിക്കലുണ്ട്. ആ പൊട്ടിക്കൽ വാർത്താ പൊട്ടിക്കലാണ്. എന്താ വാർത്താ പൊട്ടിക്കൽ? നാളെ രാവിലെ 9 മണിക്ക് കേരളം ഞെട്ടും. ഇപ്പൊ അങ്ങനെയാണ്, നിങ്ങൾ കണ്ടിട്ടില്ലേ കാർഡ് വരുന്നത്? ഞെട്ടും, കുലുങ്ങും, അങ്ങനെയൊക്കെയാണ് വാർത്ത. എന്താ വാർത്ത വരുന്നത്? എന്നിട്ട് പറയും സെപ്റ്റംബർ 1 മനോരമ പ്രഖ്യാപനം നടത്തുന്നു. ഇക്കഴിഞ്ഞ സെപ്റ്റംബർ 1 നാളെ രാവിലെ മോർണിംഗ് ന്യൂസ്, ഒരു സിനിമാ നടിയുടെ വെളിപ്പെടുത്തൽ, എല്ലാവരും കാത്തിരിക്കൂ എന്നാണ്. ഞെട്ടും, നിങ്ങൾ ഞെട്ടാൻ പോവാണ്. നാളെ രാവിലെ തയ്യാറായി എണീറ്റിരിക്കണം. ടിവിയുടെ മുമ്പിൽ, മനോരമയുടെ മുമ്പിൽ ട്യൂൺ. എന്തിനാണ്? ഞെട്ടാൻ. ഈ ഞെട്ടാൻ വേണ്ടി ഇവർ എടുത്തു വെച്ചിരിക്കുന്ന വാർത്ത ഏതാണെന്ന് മനസ്സിലാക്കി തലേ ദിവസം രാത്രി, ഈ കാർഡ് വന്നതിന് ശേഷം രാത്രി 9 മണിയോടുകൂടി ഏഷ്യാനെറ്റ് കയറി ഈ വാർത്ത അടിച്ചു. വാർത്ത പൊട്ടിക്കൽ. ഇത് ഒരൊറ്റപ്പെട്ട സംഭവമല്ല. അപ്പൊ രാവിലെ പിന്നെ ഞെട്ടാനുള്ള വാർത്ത തലേ ദിവസം വന്നു. ഏത് ടെലിയുടെ അടുത്ത് ഏഷ്യാനെറ്റ് പുറത്തെടുത്തു. അടുത്ത് തീരുന്നില്ല. റിപ്പോർട്ടർ ചാനലിലെ തിരുവനന്തപുരത്തെ ലേഖൻ, നമ്മുടെ പഴയ
ഞാൻ നേരത്തെ കേൾപ്പിച്ചതാണ്, ഞാൻ ആളുടെ പേരൊന്നും കൂടെ പറയുന്നില്ല. നാളെ രാവിലെ കേരളം നടുങ്ങും എന്നാണ്. കേരളം നടുങ്ങും. 9 മണിക്ക് കേരളം ഞെട്ടും. ഇപ്പം എല്ലാവരും 9 മണിക്ക് റിപ്പോർട്ട് ടി വിയിൽ എന്താണ് വീണ് പൊട്ടാൻ പോകുന്നത് നോക്കിയിരിക്കുമ്പോൾ വാർത്ത പൊട്ടിച്ചു. പൊട്ടിക്കൽ സംഘം വീണ്ടും ഇറങ്ങി 7:30 ഏഷ്യാനെറ്റ് ആ വാർത്ത പൊട്ടിച്ചു. എന്താ വാർത്ത? ആ വാർത്ത വളരെ കൗതുകമുള്ള ഒരു വാർത്തയാണ്. ആ വാർത്ത ഒരു സംഘം പോലീസ് ഉദ്യോഗസ്ഥർ ചേർന്ന് ഒരു സ്ത്രീയെ, പരാതിക്കാരിയെ ലൈംഗികമായി ചൂഷണം ചെയ്തു, ബലാത്സംഗം ചെയ്തു എന്നൊക്കെയാണ് പരാതി. ഞാൻ കേൾപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ആ റിപ്പോർട്ടർ അത് റിപ്പോർട്ട് ചെയ്യുന്ന, ഗദ്ഗതനായി റിപ്പോർട്ട് ചെയ്യുന്ന രസകരമായ ഒരു വീഡിയോ ഉണ്ട്. അത് കേട്ടിട്ട് നമുക്കിന് കരച്ചിൽ തോന്നും. എന്താണ്, ഞെട്ടിപ്പോവും. ആരോപണത്തെക്കുറിച്ച് പോലീസ് അന്വേഷിക്കുന്നുണ്ട്, പോലീസ് അന്വേഷിക്കട്ടെ. പക്ഷേ ഈ വാർത്ത ഈ 2 കൂട്ടരും പുറത്തുവിട്ട്, പൊട്ടിച്ച സംഘവും ആദ്യം പ്രഖ്യാപിച്ച സംഘവും പുറത്തുവിട്ടതിന് ശേഷം ഏതാണ്ട് ഒരു 11 മണിയോടുകൂടി മീഡിയ വൺ വേറൊരു വാർത്ത പുറത്തുവിടുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട്. ഇതിൽ ആരോപണ വിധേയനായ ഒരു DYSPയുടെ മുമ്പിൽ മീഡിയ വണ്ണിന്റെ റിപ്പോർട്ടർ പോയി മൈക്ക് വയ്ക്കുന്നുണ്ട്. അതിൽ അയാൾ പറയുന്നുണ്ട്, ഇത് ആരോപണം തെറ്റാണെന്ന് മാത്രമല്ല. അപ്പോൾ മീഡിയ വൺ ചോദിക്കുന്നുണ്ട്, ഇത് എങ്ങനെയാണ് പിന്നെ ഈ വാർത്ത ഇങ്ങനെ വന്നത്? ഈ വാർത്ത പുറത്തുവിട്ട വാർത്താ ചാനലിൻ്റെ മുതലാളിമാർ ഉൾപ്പെട്ട ഒരു കേസുണ്ട്. കേസ് മരമുറി കേസാണ്. ആ മരമുറി കേസിൽ അന്വേഷിച്ചതും കുറ്റപത്രം കൊടുത്തതും ഞാനാണ്. അന്ന് മുതലേ എന്നെ ഇവർ വേട്ടയാടുന്നുണ്ട്. അങ്ങനെ കൊടുത്ത വാർത്തയാണെന്നാണ്. ഞാൻ അയാൾ പറഞ്ഞതാണോ ശരി, ഇവിടെ ഇപ്പുറത്ത് വന്ന വാർത്തയാണോ ശരി, പോലീസ് അന്വേഷിക്കട്ടെ. പക്ഷെ ഒരു കാര്യം ഉറപ്പ്, പിന്നീട് ഞാൻ അതിൻ്റെ ആ ലിസ്റ്റ് എടുത്തു. ഒരു കുറച്ച് അന്നത്തെ ദിവസം കൂടി കഴിഞ്ഞാൽ പിന്നെ ആ ചാനൽ കേരളം ഞെട്ടിത്തെറിച്ച് പൊട്ടിത്തെറിക്കുമെന്ന് പറഞ്ഞ വാർത്ത പിന്നെ എടുത്തിട്ടില്ല. എന്തിനാ ഈ പൊട്ടിക്കൽ വരുന്നത്? എങ്ങനെയാ വാർത്തകളുടെ കുക്കിംഗ് വരുന്നത്? ഏതെങ്കിലും ഒരു മാധ്യമ സ്ഥാപനം, ഞാൻ ഒരു കാര്യം മാത്രം പറയുന്നു, മാധ്യമ സ്ഥാപനങ്ങളുടെ ഉടമസ്ഥരുടെയോ മാധ്യമ പ്രവർത്തകരുടെയോ വ്യക്തിപരമായ വൈരനിര്യാതന ബുദ്ധികൾ, വൈരനിര്യാതന പ്രശ്നം, വ്യക്തിപരമായ പ്രശ്നങ്ങൾ മാധ്യമ സ്ഥാപനങ്ങൾക്കിടയിൽ കിടമത്സരമായും പിന്നത് വാർത്തകൾ ഉണ്ടാക്കുന്നതായും മാറുന്നുണ്ടോ? ഈ ഒടുവിൽ വന്ന വിഷയത്തിന്റെ കൂടി പശ്ചാത്തലത്തിൽ ഗവൺമെന്റ് വളരെ സമഗ്രമായത് അന്വേഷിക്കേണ്ടതാണ്. അതിലെന്താണ് ശരി? വസ്തു നമുക്കറിയില്ല, അന്വേഷണ ഉദ്യോഗസ്ഥർ പറയേണ്ട കാര്യമാണ്. പക്ഷെ റൂൾ ഔട്ട് ചെയ്യേണ്ട കാര്യമാണെന്ന് ഞങ്ങൾക്ക് അഭിപ്രായമുണ്ട്. അത് വെറുതെ വിടേണ്ട കാര്യമല്ല. അതിന് കല്ലും നെല്ലും തിരിയണം. കിടമത്സരത്തിന്റെ അങ്ങേയറ്റം, ഒരുപക്ഷെ ശ്രീ ശരത്തിനെല്ലാം അത് ഞാൻ പറഞ്ഞതിനെ പൂരിപ്പിച്ച് കൂടുതൽ കാര്യങ്ങൾ പറയാനുണ്ടാകും. ആ കിടമത്സരം പൊട്ടിക്കലിലേക്ക് മാത്രമല്ല, വ്യാജ വാർത്തകൾ നിർമ്മിക്കുന്നതിലേക്ക്, ഒരടിസ്ഥാനവുമില്ലാത്ത വാർത്തകൾ പെറ്റുപെരുകയാണ് ഓരോ ദിവസവും. സൃഷ്ടിച്ചെടുക്കുകയാണ് ഇവർ. വ്യാജ വാർത്തകളുടെ നിർമ്മാണ ഫാക്ടറികളായി കേരളത്തിലെ ദൃശ്യമാധ്യമങ്ങൾ മാറി. അതിന്റെ ഏറ്റവും ഒടുവിലത്തെ തെളിവാണിത്. എക്സ്പെൻഡിച്ചറിനെ എക്സ്പെൻസ് ആക്കി വാർത്ത കൊടുത്തു. ആര് കൊടുത്തു? ഏഷ്യാനെറ്റ് പുറത്തുവിട്ടു. ഏഷ്യാനെറ്റ് ആ വാർത്ത പുറത്തുവിട്ടത് വസ്തുതാവിരുദ്ധമാണെന്ന് മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ മാതൃഭൂമിയുടെ ഫാക്ട് ചെക്കിംഗ് ടീം തന്നെ കണ്ടെത്തുന്നു. പക്ഷെ ദൗർഭാഗ്യമെന്നോണം മാതൃഭൂമിയുടെ അന്നു രാത്രിയിലെ സൂപ്പർ പ്രൈം ടൈം ചർച്ചക്കെടുക്കുന്നത് അതേ വാർത്ത. എന്ത് വൈരുദ്ധ്യമാണെന്ന് ആലോചിക്കുക. ഇതൊരു വ്യാജ വാർത്തയാണെന്ന് തിരിച്ചറിഞ്ഞ് 2 ചാനലുകൾ ക്ഷമാപണം നടത്തിയതായി എൻ്റെ ശ്രദ്ധയിൽ വന്നു. ഒന്ന് മീഡിയ വണ്ണും മറ്റൊന്ന് 24 ന്യൂസുമാണ്. ഈ വാർത്ത ആദ്യം പുറത്തുവിട്ട ചാനലാണ് ഏഷ്യാനെറ്റ്. എന്തുകൊണ്ടാണ് ഈ നിമിഷം വരെയും ഇത് കളവാണെന്ന് തിരിച്ചറിഞ്ഞിട്ടും തൊണ്ടി സഹിതം പിടിക്കപ്പെട്ടിട്ടും പറ്റിപ്പോയൊരു തെറ്റാണ് എന്ന് ഇതുവരെ പറയാതിരുന്നത്? അത് അവരുടെ അഹങ്കാരം കൊണ്ട് മാത്രമാണെന്ന് ഞങ്ങൾ കരുതുന്നില്ല. ഇത് കള്ളമാണെന്നറിഞ്ഞ് ബോധപൂർവം നിർമ്മിച്ചെടുക്കുകയായിരുന്നു ഏഷ്യാനെറ്റ് വാർത്തയെന്ന് ഞങ്ങൾക്കതിലൂടെ വ്യക്തമാകും, കേരളത്തിനതിലൂടെ വ്യക്തമാകും.